തുടർന്നു വരുന്ന ദിവസങ്ങളിൽ സബ് ജില്ലാതല ജില്ലാതല മത്സരങ്ങളുടെ സ്റ്റെപ്സ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇത് ഇതിനു മുമ്പേ ഉള്ള ഒരു അവസാനത്തെ ക്ലാസ് ആയിരിക്കും ഇത്. പരീക്ഷ എഴുതുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആ ചോദ്യം ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്, അതിനോടൊപ്പം ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്കത് ജില്ലാതല മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓർത്തിരിക്കുന്നവർ ആ ചോദ്യങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ചോദ്യം മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഏതെല്ലാം നദികൾക്കിടയിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്? ഒരുപാട് പേര് നമുക്ക് പാഠം ബേസ് ചെയ്ത് ക്ലാസ് എടുത്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള സമയം കിട്ടില്ല. എന്നിരുന്നാലും ഈ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്. സംസ്കാരങ്ങളിൽ ആലോചിക്കേണ്ട ചെറിയ ചെറിയ പദങ്ങൾ, വൺ വേർഡ് ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലാണ് തയ്യാറാക്കിയിട്ടിരിക്കുന്നത്. മെസപ്പൊട്ടോമിയയുമായിട്ട് ബന്ധപ്പെട്ട നദികളുടെ പേര് യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നിവയാണ്. അപ്പൊ സംസ്കാരങ്ങൾ, സിവിലൈസേഷൻ ഏതൊക്കെ ഓർമ്മയുണ്ടെന്ന് നോക്കുക. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ട്, ചൈനീസ് സിവിലൈസേഷൻ ഉണ്ട്. ചൈനീസ് സിവിലൈസേഷനിൽ ഹൊയാങ്ഹോ നദി വരുന്നുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ട്, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട നദികൾ, അവരുടെ സ്ക്രിപ്റ്റ്സ് തുടങ്ങിയവ പ്രധാനമായിട്ടും വൺ വേർഡിന് ചോദിക്കാൻ കൊള്ളാവുന്ന ടോപ്പിക്കാണ്. സംസ്കാരങ്ങളിൽ മെസപ്പൊട്ടോമിയ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികളുമായിട്ടാണ് മെസപ്പൊട്ടോമിയ ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്യൂണിഫോം ലിപി മെസപ്പൊട്ടോമിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലുള്ള ഭൂമി എന്നുള്ളതാണ്, ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. ഇപ്പോൾ ഇറാഖിലാണ് മെസപ്പൊട്ടോമിയ സ്ഥിതി ചെയ്യുന്നത്, ഇറാഖിലാണ്. സിഗ്റാത്തുകൾ എന്നറിയപ്പെടുന്ന ടെമ്പിളുകൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. അത് ഉർ നഗരത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ പദങ്ങൾ മാത്രം കാണാതെ പഠിച്ചാലും മതി, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ടായിട്ട് കാണാതെ പഠിക്കണമെന്നില്ല. ഈ ഒരു കൺസെപ്റ്റ് ആലോചിച്ച് വെച്ചാലും മതിയാകും. ഈജിപ്തിലെ പ്രധാനമായിട്ട് ഹൈറോഗ്ലിഫിക്സ് ലിപിയും നൈല് നദിയും ആലോചിച്ച് വെച്ചിരുന്നാൽ മതിയാകും. ഈ ഹൈറോഗ്ലിഫിക്സും ക്യൂണിഫോമും ചിത്രരൂപത്തിൽ നൽകി അതിനോടൊപ്പം അത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. USS പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെപ്സിന് പോകുന്നവർക്ക് അറിയാം, സ്റ്റെപ്സിന് കൺവെൻഷണൽ സ്റ്റൈൽ അല്ല ചോദ്യങ്ങൾ. ഡയറക്റ്റ് വന്ന് ചോദിക്കുക, ഉത്തരം പറയുക, അങ്ങനെ അല്ല. അതിനോടൊപ്പം വീഡിയോ പ്രസന്റേഷനോ അനാലിസിസോ ടേബിൾ വിശകലനമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിക്കാം, ചിത്രങ്ങൾ കാണിക്കാൻ. ആ രീതിയിലും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് നഗരാസൂത്രണമാണ്. ഡ്രെയിനേജ് സംവിധാനം, കളപ്പുരകൾ, വ്യാപാര കേന്ദ്രങ്ങൾ, ചുട്ട ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ തുടങ്ങിയവ ഹാരപ്പൻ നാഗരികതയുടെ പ്രത്യേകതയായിരുന്നു. ഇവർക്കും എഴുത്തുവിദ്യ പരിചിതമായിരുന്നു. സ്ഥലപ്പേരുകൾ ആലോചിച്ചേക്കുക. മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോത്തൽ ഇവയെല്ലാം സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ ആയിരുന്നു. ഏതൊക്കെയാണ് നഗരങ്ങൾ? മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോത്തൽ എന്നിവയാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ സിന്ധു നദീതടവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ വീണ്ടും ചോദിക്കുന്നു, ഉർ നഗരം ഏതുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടിരുന്നത്? ഉർ നഗരത്തിൽ കാണപ്പെടുന്ന ടെമ്പിളുകൾ ഏതെല്ലാമാണ്? അപ്പൊ സിഗ്റാത്തുകൾ ഓർമ്മ വരണം, അതിനോടൊപ്പം മെസപ്പൊട്ടോമിയ ഓർമ്മ വരണം. മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോത്തൽ കേട്ടാൽ അത് ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദിയുടെ സംസ്കാരവുമായിട്ട് പേര് ഓർത്തിരിക്കണം. ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മോഹൻജദാരോ എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ഗ്രേറ്റ് ബാത്ത് മോഹൻജദാരോ. അപ്പോൾ ഏതെല്ലാം നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്? ഇതായിരുന്നു സ്റ്റെപ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആൻസർ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നിവയാണ്. നിങ്ങൾ യൂഫ്രട്ടീസ് എന്ന് എഴുതിയ 1 മാർക്ക് കിട്ടും, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന് എഴുതുകയാണെങ്കിൽ 2 മാർക്ക് കിട്ടും. ഒരെണ്ണം എഴുതിയ 1 മാർക്ക്, 2 എഴുതിയ 2 സ്കോർ. നദികൾക്കിടയിലുള്ള പ്രദേശത്ത് സംസ്കാരം രൂപപ്പെട്ടതിന് അനുകൂലമായ 2 ഘടകങ്ങൾ എഴുതുക. ഈ ചോദ്യം ഡിസ്ക്രിപ്റ്റീവ് ആണ്. 2 സ്റ്റേറ്റ്മെന്റ് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതേണ്ടതുണ്ട്. ഒന്ന്, എപ്പോഴും ഏറ്റവും എളുപ്പത്തിൽ ഓർത്തിരിക്കാവുന്നത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ എന്നുള്ളതാണ്, ജലലഭ്യത എന്നുള്ളതാണ്. 5ാമത്തെ ചോദ്യം, ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1,75,000 രൂപയാണ്, വാർഷിക ചെലവ് 2 ലക്ഷം രൂപയാണ്. അപ്പൊ ആലോചിച്ച് നോക്കാം, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും 1.25 ലക്ഷം രൂപയാണ് കയ്യിലുള്ളത്, പക്ഷെ ചെലവായത് എത്ര രൂപയാണ്? 2 ലക്ഷം രൂപയാണ്. അപ്പൊ അവരുടെ ബജറ്റ്
തളം തെറ്റൂലേ? അപ്പോ അതിനെ ബേസ് ചെയ്ത്, ഇതും 5ാം ക്ലാസ്സിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഈ കുടുംബത്തെ സാമ്പത്തിക സുരക്ഷിതത്വമുള്ള കുടുംബമായി പരിഗണിക്കാൻ പറ്റുമോ? ഇല്ല, പരിഗണിക്കാൻ പറ്റില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, വരവിനേക്കാൾ കൂടുതൽ ചെലവ് അവിടെയുണ്ട്. അപ്പോൾ അത് സാമ്പത്തിക സുരക്ഷിതം ഉണ്ടാകുമോ? ഇല്ല. സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കാനുള്ള 2 നിർദ്ദേശങ്ങൾ എഴുതുക. മിതവ്യയം, സ്പെൻത്രിഫ്റ്റ് ആണോ? മിതവ്യയം, ഇംഗ്ലീഷ് മീഡിയത്തിന്റെ വാക്ക് എനിക്ക് ഓർമ്മയില്ല. മിതവ്യയ ശീലം ഉണ്ടാക്കുക, അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ബജറ്റ് തയ്യാറാക്കുക എന്നുള്ളതിലും ആൻസർ ഉൾപ്പെടുത്താം. സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിനായി ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു. കറന്റ് അഫയർ ടോപ്പിക്കില് ആദിത്യ ആണ്. അപ്പൊ ആദിത്യ വിക്ഷേപിച്ചത് എന്ന്, ആദിത്യ ഇപ്പോൾ ലഗ്രാഞ്ച് പോയിന്റിലാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളും ആലോചിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട റോക്കറ്റുകളുടെ പേര് ആലോചിക്കുക. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക, ഇവയെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതുക. ABC പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളാണ്. ഇത് അറേഞ്ച് ചെയ്ത് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. കുടകല്ല്, നന്നങ്ങാടി, മുനിയറ എന്ന ഓർഡറിലാണ് വരുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് മെസപ്പൊട്ടോമിയ. എന്തുകൊണ്ടാണ് നദീതട സംസ്കാരങ്ങൾ വളർന്നു വന്നത്? ഫലഭൂയിഷ്ടമായ പ്രദേശമാണ്, ജലലഭ്യതയാണ്. അത് അഗ്രികൾച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. കൃഷി ചെയ്യാൻ സൗകര്യമാണ്, ജലലഭ്യമാണ്, ഗതാഗത സൗകര്യം, ആഹാര ലഭ്യത തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ ഫലഭൂയിഷ്ടമായ പ്രദേശം എന്ന് പറയുന്നത് കൃഷിക്ക് അനുയോജ്യമായ പ്രദേശവും സെയിം തന്നെയാണ്. എങ്കിലും 2 പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ അറിയാവുന്ന എഴുതുക, തെറ്റോ ശരിയോ നടക്കേണ്ട കാര്യങ്ങളൊന്നും ആലോചിക്കരുത്. നിങ്ങൾ ശരിയാണെങ്കിൽ 1 മാർക്ക് കിട്ടും. അതിനുവേണ്ടി പൂർണ്ണമായും പ്രിപ്പയർ ചെയ്ത് എഴുതുക. വരവും ചെലവും. വരവിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുക, വരവ് വർദ്ധിപ്പിക്കുക, അതായത് വരുമാനം വർദ്ധിപ്പിക്കുക, അത്യാവശ്യമല്ലാത്ത ചെലവുകൾ കുറയ്ക്കുക, മിതവ്യയശീലം പാലിക്കുക, ബജറ്റ് തയ്യാറാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഉത്തരം എഴുതാവുന്നതാണ്. കേരളത്തിന്റെ മണ്ണും കാലാവസ്ഥയുമെല്ലാം കൃഷിക്ക് അനുയോജ്യമായിട്ട് പോലും ജനങ്ങൾ കൃഷിയിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ പലതാണ്. ചാപ്റ്റർ 6ാം ക്ലാസ്സിന്റെ യൂണിറ്റ് 3, കേരളം, മണ്ണും മഴയും മനുഷ്യനും. ജനങ്ങളെ കാർഷിക മേഖലയിലേക്ക് അല്ലെങ്കിൽ കൃഷിയിലേക്ക് ആകർഷിക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത്? അതായത് നിങ്ങൾക്ക് ഇപ്പം ഒരു കുട്ടിയോട് ചോദിച്ചാൽ നിനക്ക് എന്താകണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഡോക്ടറും എഞ്ചിനീയറും തുടങ്ങി മണ്ടയിലോട്ടുള്ള ജോലികളെ പറയാറുള്ളൂ. ഒരിക്കലും ഒരാളും കൃഷി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോ നിങ്ങൾ ഒരു കൃഷിക്കാരനാവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ലഭ്യമാകണം? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാലും മതി. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കണം. ഒന്നാമത്തെ കാര്യം, എപ്പോഴും കൃഷി നഷ്ടത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ് കൃഷി ഉപേക്ഷിക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കുകയാണ് എങ്കിൽ, വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യും? എല്ലാവരും കൃഷിയിലോട്ട് തിരിയും. ന്യായ വില ഉറപ്പാക്കണം. ഇൻഷുറൻസ്, വിളകൾക്ക് വിള ഇൻഷുറൻസ് ഉറപ്പാക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം. ഇത് 6ാം ക്ലാസ്സിന്റെ 3ാമത്തെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 7ാം ക്ലാസ്സിന്റെ 5ാമത്തെ ചാപ്റ്ററുമായിട്ട് ഇത് ബന്ധപ്പെട്ടതാണ്. എക്കണോമിക് സോഴ്സസ്, സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എൻഡിങ്ങിൽ ഇത് പറയുന്നുണ്ട്. വിപണനത്തിന് സൗകര്യമൊരുക്കണം, അതായത് വിപണി ഉണ്ടാവണം, മാർക്കറ്റ് ഉണ്ടാവണം. കാർഷിക യന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം, മെക്കനൈസേഷൻ വേണം. മെഷീൻസിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാൻ സംവിധാനം വേണം. ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നം ഇപ്പം ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മുടെ നാട്ടില് മാങ്ങയോ ചക്കയോ ഒക്കെ ധാരാളമായിട്ട് പിടിക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ചും ചക്ക, അത് നമ്മൾ ഉപയോഗിക്കാറില്ല. അത് പൊഴിഞ്ഞു വീണ് അവിടെ കിടന്ന് കേടായി പോവുകയുള്ളൂ. അതേസമയം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇത് വ്യാപകമായി അവിടെ കൊണ്ടുപോയിട്ട് അത് വിവിധ ഉൽപ്പന്നങ്ങളായിട്ട്, പ്രോഡക്റ്റുകളായിട്ട് കവറുകളിൽ വരും. നമ്മളത് വാങ്ങിച്ചു കഴിക്കും. അപ്പൊ അത്തരത്തിൽ നമുക്കും ഈ കാര്യങ്ങളെ എന്ത് ചെയ്യാൻ കഴിയില്ലേ? മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാൻ കഴിയില്ലേ? അപ്പൊ കാർഷിക ഉൽപ്പന്നങ്ങളെ ഇല്ലെങ്കിൽ വിളകളെ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയണം, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം വേണം. അപ്പോഴും അതെന്ത് ചെയ്യും? കൃഷിയെ മെച്ചപ്പെടുത്തും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, വരുമാനം മെച്ചപ്പെടുത്തും. ഭൂമിയുടെ തരം മാറ്റൽ നിയന്ത്രണം, അതായത് ഇപ്പൊ വയൽ നികത്തി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നിയമപരമായി കുറ്റകരമാണ്. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതും അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്.
4 ചോയ്സുകൾ നൽകിയിട്ടുണ്ട്. താഴെ കൊടുത്തിട്ടുള്ള ഉപാധികളെ ചരിത്രാതീത സ്രോതസ്സുകൾ, ചരിത്രകാലത്തെ സ്രോതസ്സുകൾ എന്നിങ്ങനെ തരംതിരിക്കുക. ഹിസ്റ്റോറിക് പീരീഡും പ്രീ ഹിസ്റ്റോറിക് പീരീഡും. ആദ്യത്തേത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, ചരിത്രത്തിന് മുമ്പുള്ള കാലഘട്ടം. ഹിസ്റ്റോറിക് പീരീഡ് ചരിത്ര കാലഘട്ടം. ചരിത്ര കാലഘട്ടം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രേഖപ്പെടുത്താൻ തുടങ്ങിയവയാണ്, വിവരങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങിയവയാണ്. മഷിപ്പേന, പേന വന്നെങ്കിൽ സ്വാഭാവികമായി രേഖപ്പെടുത്തുമല്ലോ. കല്ലുകൊണ്ടുള്ള ഉളി, സ്കൂൾ സ്മരണിക, അസ്ഥി കൊണ്ടുള്ള ആയുധം. അസ്ഥി കൊണ്ടുള്ള ആയുധത്തിന് സംശയമൊന്നും വരില്ല, ചരിത്രാതീത കാലം. സ്കൂൾ എന്ന് പറയുന്നത് ചരിത്രകാലത്തിന് ശേഷമുള്ളത്. ഇപ്പൊ കല്ലുകൊണ്ടുള്ള ഉള്ളി ഇവിടെയും വരും, ചരിത്രാതീത കാലത്തിൽ വരുന്നതാണ്. അപ്പൊ ആലോചിക്കുക, നമ്മള് പാലിയോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് ഇതുമായിട്ട് ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ ധർമ്മത്തെ സൂചിപ്പിക്കുന്ന പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഇത് നല്ലൊരു ചോദ്യമായിരുന്നു. ചോദ്യം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനുള്ള ചോദ്യമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സാമൂഹിക ബോധമുള്ള കുട്ടിക്ക് മാത്രമേ ഇതിന്റെ ഉത്തരം എഴുതാൻ കഴിയൂ. അല്ലെങ്കിൽ ചിന്തിക്കാൻ, വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അവനത് എഴുതാൻ കഴിയൂ. സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന ഉപാധിയാണ് മാധ്യമങ്ങൾ. ഈ പറഞ്ഞത് തെറ്റൊന്നുമല്ല. കാരണം വിവരം അറിയണമെങ്കിൽ നമുക്ക് മാധ്യമങ്ങൾ വേണം, പത്രങ്ങൾ വേണം, വാർത്തകൾ വേണം, TV വേണം. വാർത്തയുടെ വിശ്വാസ്യതയേക്കാൾ അത് നേരത്തെ അറിയിക്കുക എന്നതിനാണ് പ്രാധാന്യം. ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ മതി. അല്ല, ഇത് ശരിയല്ല. വാർത്തയുടെ വിശ്വാസ്യത, അതായത് തെറ്റായ ഒരു വാർത്ത വളരെ നേരത്തെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ കാര്യം അത് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം അത് ബാക്കിയുള്ള ജനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് ശരിയാണോ? അല്ല. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് എന്നുള്ളത് ശരിയാണ്. ഇന്നത്തെ മാധ്യമങ്ങൾ അങ്ങനെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് മാധ്യമങ്ങൾ വഴിയാണ്. ഈ തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് അറിയപ്പെടുന്നത്. അപ്പം ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നതോ ഇല്ലെങ്കിൽ ഗവൺമെന്റ് പ്രോജക്ട്സ് കൊണ്ടുവരുന്നതോ ഗവൺമെന്റിന്റെ ഉത്തരവുകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, അറിയിപ്പുകളെല്ലാം മാധ്യമങ്ങൾ വഴിയാണ് അറിയിക്കപ്പെടുന്നത്. സാമൂഹിക പ്രസക്തിയേക്കാൾ ഉപരി പുതുമയുള്ള വാർത്തകൾ കണ്ടെത്തി അവതരിപ്പിക്കുക എന്നത് മാധ്യമങ്ങളുടെ മേന്മയാണ്. പുതുമയുള്ള വാർത്തകൾ, ഇപ്പോ ഏതെങ്കിലും ഒരു സിനിമാ നടനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പറയുന്നതാണോ ഇമ്പോർട്ടൻസ്, അതോ സാമൂഹിക പ്രസക്തിയുള്ള ഒരു കാര്യം പറയുന്നതാണോ ഇമ്പോർട്ടൻസ്? ഇപ്പോ ഞാൻ ഒരു ഉദാഹരണമായിട്ട് ബാംഗ്ലൂർ, ഞാൻ ഈ അടുത്ത കേട്ട ഒരു വാർത്തയില് ബാംഗ്ലൂരിലെ കുടിവെള്ളക്ഷാമത്തെ കുറിച്ചുള്ള വാർത്തയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് കുടിവെള്ളക്ഷാമം എന്ന് പറയുന്ന വിഷയത്തിനെ കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വാർത്ത ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ആകിപ്പോകാം, കേരളത്തിൽ ഉണ്ടാകുന്ന കുടിവെള്ളക്ഷാമത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയൊരു ഇത് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിനിമയെ കുറിച്ചോ ഒരു നടനെ കുറിച്ചോ അവരെന്ത് കഴിച്ചു എന്നുള്ളതിനെ കുറിച്ച്, അവരെ വസ്ത്രം ധരിച്ചു എന്ന് പറയുന്നതാണോ ഇമ്പോർട്ടൻസ്? അപ്പോൾ അത് ആലോചിക്കുമ്പോഴത്തേക്കും സാമൂഹിക പ്രസക്തിക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് മാധ്യമങ്ങളുടെ മേന്മയായിട്ട് പറയാൻ കഴിയില്ല. പുതുമയുള്ള വാർത്തകൾ തേടി പോവുക, അവതരിപ്പിക്കുക. ജനങ്ങൾ ഒരുപക്ഷെ അതായിരിക്കും കാണുന്നത്. എന്നിരുന്നാലും മാധ്യമങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന ഉപാധിയാണ് മാധ്യമങ്ങൾ. ഇത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണം. ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത്, അതായത് ജനങ്ങൾ അറിയുന്നത് മാധ്യമങ്ങൾ വഴിയാണ്. അത് ശരിയാണ്. പിന്നീട് ഇതിന്റെ വൺ വേർഡ് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു വൺ വേർഡ് ചോദ്യമുണ്ട്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ്. ഫോർത്ത് എസ്റ്റേറ്റ് പത്രമാധ്യമങ്ങളാണ്. ഇംഗ്ലീഷിന്റെ ഒരു ചെറിയ ഗ്രാമറും കൂടെ. മാധ്യമങ്ങൾ എന്നുള്ള വാക്കിന്റെ ഇംഗ്ലീഷ് മീഡിയ എന്നുള്ളതാണ്. മീഡിയ, മാധ്യമങ്ങൾ. ഈ വാക്ക് പ്ലൂറൽ ആണ്, പ്ലൂറൽ, മീഡിയ. അതേസമയം അതിന്റെ സിംഗുലർ മീഡിയം എന്നുള്ളതാണ്. മീഡിയം എന്ന് പറയുന്ന വാക്ക് മാധ്യമം എന്നുള്ളതാണ്, സിംഗുലർ ആണ്. സിംഗുലറും പ്ലൂറലും ഓർത്തിരിക്കുക. 7ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിലെ മാൻ ആൻഡ് മീഡിയ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇത് കേട്ടിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ വേർഡിന് വേണ്ടി മാത്രം തയ്യാറാക്കിയത് സർവകലാശാലകൾ. മധ്യകാല യൂറോപ്പിലെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ അന്നത്തെ സർവകലാശാലകൾ. പേരുകൾ കാണാതെ പഠിക്കണം എന്ന് പറയുന്നില്ലെങ്കിലും ജസ്റ്റ് ആലോചിച്ചേക്കുക. ഫ്രാൻസ്, പാരീസ് തെറ്റിപ്പോകില്ല. ഫ്രാൻസ്, പാരീസ്, ടുലോസ് എന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് തെറ്റിപ്പോകില്ല.
ഇന്ത്യയിൽ നിലനിന്നിരുന്ന നളന്ദ സർവകലാശാല ആലോചിക്കുക, ബീഹാർ നളന്ദ സർവകലാശാല. അതേപോലെ തക്ഷശില ആലോചിക്കുക, കേരളത്തിലെ കാന്തളൂർ ശാല. മൂന്നും നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് തന്നെയാണ്. നളന്ദയുണ്ട്, തക്ഷശിലയുണ്ട്, കാന്തളൂർ ശാലയുണ്ട്. ഇന്ത്യയില് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യങ്ങൾ നമ്മൾ USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. മാറുന്ന 7ാം ക്ലാസ്സിന്റെ പുസ്തകം, 5ാം ക്ലാസ്സിന്റെ പുസ്തകം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ഇതുവരെ 2015 മുതൽ 24 വരെയുള്ള എല്ലാ USS സോഷ്യൽ സയൻസിന്റെ ചോദ്യങ്ങളും ഈ ഒരു റാങ്ക് ഫയലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡിൽ ഉണ്ടാകും. ഈ ഒരു പുസ്തകം ഇപ്പോഴേ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ റിപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള കോണ്ടാക്റ്റും ഇൻഫോസും ലേറ്റർ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ചോദ്യങ്ങൾ സബ് ജില്ലാതല, ജില്ലാതല